ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് UDF അത്തരത്തിലൊരു തീരുമാനമെടുത്തത്? വസന്ത് സിറിയക്കിന് അതിനെല്ലാം മറുപടി പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേൾക്കാല്ലേ അരുൺ? തീർച്ചയായും വസന്ത് പറഞ്ഞോളൂ. ഇനി ചോദ്യം വേണ്ട, ഉത്തരം പറയാലോ. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആര്യ ഇടപെട്ടേ ഇല്ല കേട്ടോ. ആര്യ എന്റെ കാര്യത്തിൽ ഒരു മിനിറ്റിൽ 1000 ഇതേ വേദിയിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് അരുൺകുമാറിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവരല്ല ഭരിക്കുന്നത്, അവരോട് ഞാൻ എന്തൊരു ചോദ്യം ചോദിക്കണം? അല്ലെ, ഒന്നുകൂടെ ചോദിക്കണം. എന്താണെന്നറിയോ, പ്രധാനപ്പെട്ട ഒരു അബദ്ധം അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇപ്പോഴും അവർ സ്റ്റാൻഡ് PM ശ്രീയിൽ അവർ ഒപ്പിട്ടത് SSK ഫണ്ട് കിട്ടാനാണത്രേ. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിന് എങ്ങനെയാണ് സാർ PM ശ്രീയിൽ ഒപ്പിടാതെ SSK ഫണ്ട് കിട്ടിയത്? അവർ കോടതിയിൽ പോയതുകൊണ്ടാണ് സാർ. അപ്പോ അവർക്ക് കോടതിയിൽ പോകാനുണ്ടായ ആർജവം, അന്നത്തെ സ്റ്റാലിൻ ഗവൺമെന്റിന് ഉണ്ടായ ആർജവം എന്തുകൊണ്ടാണ് LDF ഗവൺമെന്റിനോ പിണറായി വിജയനോ സുപ്രീം കോടതിയിൽ പോകാനുള്ള ആർജവം കാണിക്കാതെ? ഒപ്പിട്ട കാര്യത്തിൽ പിന്നെ എങ്ങനെ ആര്യ പോകുന്നത്? എന്റെ ആര്യ, ഞാൻ ചോദിക്കട്ടെ, ഇവരൊപ്പിട്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ആ കാര്യം കിട്ടാൻ വേണ്ടി കോടതി പോകേണ്ട കാര്യമില്ല. ഇനി ശ്രീ അരുൺകുമാറിനോട് സ്ട്രേറ്റ് ഫോർവേഡ് ഒറ്റ ചോദ്യം. അരുൺ, ഈ MOU വായിച്ചിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ആ MOUവിൽ ഏതെങ്കിലും ഒരു ക്ലോസ്, ഒരു പോയിന്റ് ഇതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് പിന്മാറാൻ പറ്റും എന്ന് പറയുന്നത് കാണിച്ചാൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാകാമെന്ന് മാത്രമല്ല, ഇനി മേലാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഒരു വിഷയത്തിലും ചർച്ചയ്ക്ക് ഞാൻ വരില്ല. ഞാൻ പൂർണ്ണമായി രാഷ്ട്രീയം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വെല്ലുവിളി ശ്രീ അരുൺകുമാർ അങ്ങയോട് തന്നെയാണ്. അങ്ങ് പറയൂ, എന്തിനാണ് നിങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുമായിരുന്നെങ്കിൽ? SSK ഫണ്ട് കിട്ടാൻ മാത്രമാണ് നിങ്ങൾ ഒപ്പിട്ടതെങ്കിൽ, SSK ഫണ്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വൈ യു മേക്ക് ദിസ് എഗ്രിമെന്റ് ഇൻ കെപ്റ്റ് അബേൻസ്? നിങ്ങൾ എന്തിനാണ് ഇത് കെപ്റ്റ് അബേൻസ് വെച്ചത്? അങ്ങ് പിന്മാറിയാൽ പോരായിരുന്നോ സാർ? നിങ്ങൾ കെപ്റ്റ് അബേൻസ് വെച്ചില്ലേ? എന്തിനാ അത് വെച്ചത്? ഇനി മൂന്നാമത് അദ്ദേഹത്തിനുള്ള ഉത്തരമാണ്. ഈ രണ്ടെണ്ണം ചോദ്യ. മൂന്നാമത്തെ ഉത്തരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ വെച്ചല്ലോ, ഞങ്ങൾ വെച്ചില്ലല്ലോ. അങ്ങനെയല്ല, വാസുകി IASന്റെ ലെറ്റർ അവസാനത്തെ പോയിന്റ് വളരെ കൃത്യമായി വാസുകി IAS പറയുന്നുണ്ട്. അരുൺകുമാർ വസന്തിനോട് ചോദിച്ചത് ഉപസമിതി വെച്ചല്ലോ, ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണോ ഇന്നലെ അടൂർ പ്രകാശ് സംസാരിച്ചതെന്നാണ്. അല്ല, അടൂർ പ്രകാശിന്റെ വാർത്താ സമ്മേളനമൊക്കെ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് നിലവിലെ അവസ്ഥയിൽ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. അത് ഈ ചർച്ച നടത്തുന്ന സമയത്ത് എന്റെ പോയിന്റ് അത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ടെക്നിക്കലി ആൻഡ് ലീഗലി അതിൽ നിന്ന് പിന്മാറാൻ പറ്റുമെന്ന് അരുൺകുമാർ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചാൽ മതി. നമുക്ക് പിന്മാറിയേക്കാം. VP ശ്രീ പത്മനാഭനും നിയമവിരുദ്ധമുള്ള ആളുകളാണ്, എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പഴയ അഡ്വക്കേറ്റ് ജനറലിന്റെ ഒരു പ്രതികരണം ഉണ്ട്, അതൊന്ന് കേട്ടോക്കാം. പിന്മാറാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു നിയമോപദേശം ആവട്ടെ. ആ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല, അതൊരു ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ അംഗീകാരം മാത്രമേ ഉള്ളൂ. മന്ത്രിസഭ തീരുമാനിക്കത്തിടത്തോളം കാലം അതിന് യാതൊരു നിയമപ്രാബല്യവുമില്ല. അതുമാത്രമല്ല, ഭരണഘടനയുടെ അനുച്ഛേദം 299 അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനോ അവർക്ക് ബാധകമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ഗവർണറുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ പേരിൽ ഓതറൈസ് ആയിട്ടുള്ള അതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒപ്പിടണം. ഇപ്പോഴത്തെ MOU ഒരു വെള്ളക്കടലാസിന്റെ എന്തെങ്കിലും എഴുതിയതിന്റെ ഇഫക്റ്റേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു നിയമപ്രാബല്യവും ഇല്ല. ശ്രീ വസന്ത് സിറിയക്ക, ഏത് ഏജിയാണത്? എനിക്ക് വിഷ്വൽ കാണാൻ പറ്റുന്നില്ല. LDFന്റെ കാലത്തെ അഡ്വക്കേറ്റ് ജനറൽ ആണല്ലോ അല്ലെ? LDF ഗവൺമെന്റ് വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ആണല്ലോ അല്ലെ? ഓക്കെ, ശരി. ഇനി അതിന്റെ ഉത്തരം, അങ്ങനെ പിന്മാറാൻ സാധിക്കുമോ എന്ന് പഠിക്കാനാണ് സാർ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. ഇനി സാധിക്കുമെങ്കിൽ അരുൺകുമാറിനോട് ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി പരിഗണിച്ചേക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം വസന്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നുണ്ട്, ആ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടാണോ അടൂർ പ്രകാശ് സംസാരിക്കുന്നത്? അതെല്ലാം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലേക്ക് വരാം.